നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ വില്ലേജ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ്. വീഴ്ച തേടി വിദഗ്ധ സമിതി. ചികിത്സ കിട്ടാതെ തമിഴ്നാട് സ്വദേശി മുരുകൻ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി അധ്യക്ഷനായ വിദഗ്ധ സമിതിയിൽ അനസ്തേഷ്യ, സർജറി, മെഡിസിൻ വിഭാഗം മേധാവികളും. അന്വേഷണ തീരുമാനം ആശുപത്രികളുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചതായി മന്ത്രി കെ ശൈലജ പറഞ്ഞതിനു പിന്നാലെ കേരളത്തിന്റെ കണ്ണു നനയിച്ച സംഭവത്തിൽ സംസ്ഥാനത്തിനു വേണ്ടി മുഖ്യമന്ത്രി നിയമസഭയിൽ മാപ്പ് പറഞ്ഞത് ഇന്നലെ. ചികിത്സ കിട്ടാതെ മുരുകൻ മരിച്ചത് കേരളത്തിനാകെ അപമാനം വരുത്തിയ സംഭവം. മുരുകന്റെ കുടുംബത്തിന് മുന്നിൽ സംസ്ഥാനം മാപ്പ് ചോദിക്കുന്നതായും പിണറായി. അതേസമയം ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് തമിഴ്നാട് സ്വദേശി മരിക്കാനിടയായ സംഭവത്തിൽ അറസ്റ്റിന് സാധ്യതയെന്ന റിപ്പോർട്ട്. രോഗി ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ സ്ഥലത്തുണ്ടായിട്ടും കൃത്യവിലോപം കാട്ടിയ ഡോക്ടർമാർ കുടുങ്ങും. കുരുക്കിന് മറുകുരുക്ക്. നടിയെ ആക്രമിച്ച കേസിൽ DGPയെയും പോലീസ് സേനയെയും മൗനത്തിലാക്കി ദിലീപ്. പൾസർ സുനിയുടെ ഭീഷണി സന്ദേശം ലഭിച്ച അന്നുതന്നെ ലോക്നാഥ് ബെഹ്റയെ വിവരം അറിയിച്ചിരുന്നതായി നടൻ. ഫോൺ കോൾ ലഭിച്ച് 3 ആഴ്ച കഴിഞ്ഞാണ് പരാതി നൽകിയതെന്ന വാദം തെറ്റ്. സുനിയുമായി മുഖപരിചയം പോലും ഇല്ലെന്നും ജാമ്യ ഹർജിയിൽ ദിലീപ്. ഗൂഢാലോചനയെക്കുറിച്ച് ആദ്യം പറഞ്ഞ മഞ്ജുവിന്റെ വാക്കുകൾ ചിലർ തനിക്കെതിരെ തിരിച്ചുവിട്ടു. ADGP B സന്ധ്യയുമായി മഞ്ജു വാര്യർക്കുള്ള ബന്ധം കേസിനെ സ്വാധീനിച്ചതായി ആക്ഷേപം. പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിനിടെ മഞ്ജുവിനെക്കുറിച്ച് താൻ പറഞ്ഞ കാര്യങ്ങൾ ക്യാമറയിൽ പകർത്തിയില്ലെന്നും ദിലീപ്. DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് പരാതി നൽകിയത് സുനിയുടെ ഫോൺ കോൾ ലഭിച്ച ഏപ്രിൽ 10 തന്നെ. ടെലിഫോൺ സംഭാഷണം ഉൾപ്പെടെയുള്ള തെളിവുകൾ വാട്സപ്പ് വഴി കൈമാറിയത് ബെഹ്റയുടെ സ്വകാര്യ നമ്പറിൽ. കേസുമായി തന്നെ ബന്ധപ്പെടുത്താൻ സുനിയെ നിർബന്ധിച്ചവരുടെ പേരുകളും പരാതിയിൽ വെളിപ്പെടുത്തിയതായി ദിലീപ്. ഗ്രൂപ്പ് പോരിന്റെ എരിതീയിൽ. 2 നേതാക്കൾക്കെതിരായ അച്ചടക്ക നടപടിക്ക് പിന്നാലെ ഗ്രൂപ്പ് പോരിന്റെ മുറുക്കത്തിൽ സംസ്ഥാന BJP. പാർട്ടി സെക്രട്ടറിയായ VV രാജേഷിനെ പുറത്താക്കിയ നടപടിയിൽ പ്രകോപിതരായി മുരളീധര പക്ഷവും സാമൂഹ്യ മാധ്യമങ്ങളിൽ എതിർപ്രചരണവുമായി കൃഷ്ണദാസ് പക്ഷവും. പൊട്ടിത്തെറിയുടെ വക്കിൽ 13-ന് ചേരേണ്ട നേതൃയോഗം മാറ്റിവെക്കുമെന്ന് സൂചന. അച്ചടക്ക നടപടിയിലൂടെ കുമ്മനം ചെയ്തത് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന പ്രവൃത്തിയെന്ന് രാജേഷ് അനുകൂലികളായ മുരളീധര വിഭാഗം. മെഡിക്കൽ കോഴ അഴിമതി സംബന്ധിച്ച പാർട്ടി അന്വേഷണ റിപ്പോർട്ട് രാജേഷിന്റെ കയ്യിൽ വന്നത് എങ്ങനെയെന്ന ചോദ്യം. നടപടിയെടുത്തത് തെളിവെടുപ്പോ വിശദീകരണമോ കൂടാതെയെന്നും ആക്ഷേപം. അതേസമയം VV രാജേഷിനും യുവമോർച്ച നേതാവ് പ്രഫുൽ കൃഷ്ണയ്ക്കുമെതിരായ അച്ചടക്ക നടപടിയെ ന്യായീകരിച്ച് കുമ്മനം. പാർട്ടി വിരുദ്ധ പ്രവർത്തനം BJP ഒരു കാലത്തും വച്ചുപൊറുപ്പിക്കില്ല. പുറത്താക്കപ്പെട്ട നേതാക്കളുടെ പ്രവൃത്തി പാർട്ടിക്ക് മോശം പ്രതിച്ഛായ നൽകിയെന്നും നടപടി സ്വീകരിച്ചത് കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടെയെന്നും സംസ്ഥാന അധ്യക്ഷൻ. ഉപനാഥനായി നായിഡു. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്ത വെങ്കയ്യ നായിഡു. രാവിലെ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്ത രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ചടങ്ങിന് സാക്ഷികളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ കേന്ദ്രമന്ത്രിമാരും വിശിഷ്ട വ്യക്തികൾ. ദോക്ലോങ്ങിൽ വെടിമുഴക്ക്. സിക്കിമിലെ ദോക്ലോങ്ങിൽ ചൈനീസ് നീക്കങ്ങൾ പ്രതിരോധിക്കാൻ ശക്തമായ നിലപാടുമായി ഇന്ത്യ. മേഖലയിൽ സൈനിക സ്വാധീനം ഉറപ്പിക്കുന്നതിന് സൂചന നൽകി സമീപ ഗ്രാമങ്ങൾ ഒഴിപ്പിക്കാൻ ഉത്തരവ്. ദോഗ്ലോങ്ങിൽ നിന്ന് 35 കിലോമീറ്റർ അകലെ നഥാങ് ഗ്രാമത്തിൽ ആളുകൾ പലായനം തുടങ്ങിയതായി റിപ്പോർട്ട്. ബംഗാളിലെ സിലിഗുരി സൈനിക ക്യാമ്പിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികർ ദോഗ്ലോങ്ങിലേക്ക്. സമീപ ഗ്രാമങ്ങൾ ഒഴിപ്പിക്കുന്നത് സൈനികർക്ക് താവളമൊരുക്കാനെന്ന സൂചന. അതേസമയം അധിക സൈനിക വിന്യാസം വാർഷിക പരിശീലനത്തിന്റെ ഭാഗം മാത്രമെന്ന വിശദീകരണവുമായി പ്രതിരോധ മന്ത്രാലയം. ഇന്ത്യയുടെ സൈനിക നീക്കം ദോഗ്ലോങ്ങിൽ ചൈനീസ് മിന്നലാക്രമണത്തിന് സാധ്യതയെന്ന രഹസ്യ വിവരത്തിന് പിന്നാലെ. തർക്കഭൂമി സംബന്ധിച്ച പ്രശ്നപരിഹാരത്തിന് സൈനിക നടപടിയല്ല, നയതന്ത്ര ചർച്ചയാണ് വേണ്ടതെന്ന് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട്. പുതിയ നീക്കം ചൈനയുടെ ഭീഷണി പ്രതിരോധിക്കാനെന്ന് വിലയിരുത്തൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ വില്ലേജ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബാബ ഐസി ഇംഗ്ലീഷ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.